ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന യൂട്യൂബ് ചാനൽ വഴി എനിക്കിങ്ങനെ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ദൈവം തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ദൈവത്തെ അറിയുവാനിടയായത്. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്, തൃക്കരിപ്പൂരാണ് എൻ്റെ വീട്. എന്നാൽ കല്യാണം കഴിഞ്ഞൊരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് രോഗിയായി തീർന്നു. രോഗി എന്ന് പറഞ്ഞാൽ 2 കിഡ്നി തകരാറിലായി, 2 കിഡ്നിയിലും കല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുമായി അങ്ങനെ തകർന്ന ഒരു മനസ്സായിട്ട് ഞാനിങ്ങനെ ജീവിക്കുകയായിരുന്നു. 2000 മുതൽ 2002 വരെ ദൈവങ്ങളെ തേടിയുള്ള യാത്രയായിരുന്നു എൻ്റേത്. അങ്ങനെ കേരളത്തിലുള്ള ഏകദേശ അമ്പലങ്ങളെല്ലാം കഴിഞ്ഞു. ഗുരുവായൂർ, പറശ്ശിനിക്കടവ് എന്ന് വേണ്ട പേര് കേട്ടപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ വഴിപാടും നേർച്ചയൊക്കെ കഴിഞ്ഞ്. എൻ്റെ അച്ഛൻ അന്നേരം ചെന്നൈയിൽ ജോലി ചെയ്യുമായിരുന്നു, TTI ആയിരുന്നു എൻ്റെ അച്ഛൻ, ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടർ. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് തിരുപ്പതി ക്ഷേത്രത്തിലും കൂടെ പോകണം എന്ന് പറഞ്ഞു. അവിടെ തമിഴന്മാരൊരു നേർച്ച ചെയ്യും, താലിമാല ഒരു ഭണ്ണാരത്തിലെറിയുന്ന ഒരു നേർച്ചയുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയി എന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുമെന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായിട്ട് രോഗം സൗഖ്യമാകും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ ആ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങൾ എൻ്റെ അപ്പനും എൻ്റെ ഹസ്ബൻഡും അറിയാതെ ഞാൻ ആ താലിമാല 1.25 പവനോളം വരുന്ന താലിമാല ഊരി ഭണ്ണാരത്തിലെറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു തീരുമാനവും ഒരു സന്തോഷവും ഒരു സമാധാനം എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് തേടിയുള്ള യാത്രയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എനിക്ക് അതിലൊന്നും ഒരു സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 2002 കരിസ്മാറ്റിക് നവീകരണ ഗ്രൂപ്പ് മുല്ലക്കര ദേവസ്യ സാറിലൂടെയാണ് ഞാൻ ദൈവത്തെ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ആദ്യം എതിർത്തായിരുന്നു. 33 കോടി ദൈവങ്ങൾ നമ്മുടെ ഹിന്ദുക്കൾക്ക് തന്നെ ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് വളരെയധികം എന്നെ ശക്തമായിട്ട് എതിർത്തു. പക്ഷേ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് പോകാം. അപ്പോഴേക്കും എനിക്കൊരു മോളും കൂടി ഉണ്ടായി. 4 മാസം പ്രായമുള്ള പൈതലിനെ എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവം, ഇവിടെ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, മോൻ എൻ്റെ വലത് കയ്യിലുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്, മോൾ എൻ്റെ ചുമലിൽ ഇങ്ങനെ കിടത്തിയിട്ടാണ് ഞാൻ ദൈവത്തോട് കരഞ്ഞത്. ദൈവമേ, ഈ ജീവിക്കുന്ന ദൈവം യേശു ആണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിന് പരിപൂർണ്ണ സൗഖ്യം തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ളൊരു തീരുമാനം ഞാൻ അവിടെ നിന്ന് എടുക്കാനായി. വളരെ ചെറുപ്പമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ആ സമയത്താണ് 2 കിഡ്നി ഫെയിലായിട്ട് വിധവയായി പോകുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു സമയമായിരുന്നത്. എന്നാൽ അവിടെ വെച്ച് വലിയൊരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തരുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രാവശ്യം 2 കിഡ്നിയിലെ കല്ലിനാൽ വേദനയാൽ ഭാരപ്പെട്ട സമയത്ത് ആ സാറിനെ ഞാൻ ഫോണിലൂടെ വിളിച്ചു. സാറ് പറഞ്ഞു, നീ ഹസ്ബൻഡിന് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഫോണിലൂടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊരു പാത്രത്തിനകത്ത് മൂത്രം ഒഴിക്കണം, നിങ്ങൾക്ക് 2 കല്ല് കിട്ടും. പ്രിയപ്പെട്ടവരെ, 2 കല്ലുണ്ടെന്നുള്ള കാര്യം സ്കാൻ ചെയ്ത സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഡോക്ടറും അല്ലാതെ വേറെ ആരും അറിയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കല്ല് യൂറിനിലൂടെ പുറത്തു വന്നതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ 2006 വരെ മുല്ലക്കര സാറിൻ്റെ അവിടെ പ്രേക്ഷിത വേലയായിട്ട് വന്നപ്പെട്ട് നമ്മളങ്ങനെ പോവുകയും വരികയും കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നതൊക്കെ സിറ്റുവേഷനൊക്കെ ദൈവത്തെ അറിഞ്ഞ് എൻ്റെ മക്കൾ വളർന്നു വരാനിടയായി. 2006 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളുടെ തൃക്കരിപ്പൂര് ദൈവസഭ പാസ്റ്റർ ജോൺസൺ ജെയിംസ് എന്ന അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ നമ്മൾ കടന്നുപോയി. അങ്ങനെ ഈ 2006 മുതൽ കൊടുങ്കാറ്റും തിരമാലകളും എന്ന് പറഞ്ഞ പോലെ പ്രയാസം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. കാരണം ഒരു ഭാഗത്ത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എതിർപ്പ്, മറ്റൊരു ഭാഗത്ത് അങ്ങനെ രക്ഷിക്കപ്പെട്ട എന്നാണോ അന്ന് മുതൽ എൻ്റെ ഭർത്താവിൻ്റെ 2 കിഡ്നിയും ചുരുങ്ങി വളരെ നിരാശപ്പെട്ട് പ്രയാസപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ എന്നെ ഓരോ സമയത്തും ബലപ്പെടുത്തുമായിരുന്നു. ബിന്ദു സിസ്റ്റർ എന്തിനാ ഭാരപ്പെടുന്നത്, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെയല്ലേ സേവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ എന്നെ ബലപ്പെടുത്തുമായിരുന്നു. ആ ദൈവവചനവും ആ ദൈവദാസൻ്റെ പ്രാർത്ഥനയുമാണ് ഞങ്ങളെ 2006 മുതൽ 2009 വരെ അദ്ദേഹം ഡയാലിസിസ് ചെയ്ത് വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയെങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ നാഥൻ എൻ്റെ പടകിലുണ്ട്, എൻ്റെ ദൈവം എന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ കരം പിടിച്ച് നടത്തിയത്. അങ്ങനെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആഞ്ഞടിച്ചെങ്കിലും അതിൻ്റെ മധ്യത്തിലൊരു ദൈവകൃപ നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ
പറ്റി ഞാൻ അറിഞ്ഞ ഈ ദൈവസ്നേഹത്തെ ഞാൻ മറ്റുള്ളവരോടും കൂടെ പറയുവാൻ തുടങ്ങി. നാട് മൊത്തം ഞാൻ എൻ്റെ യേശുവിനെക്കുറിച്ച് പറഞ്ഞ് നടക്കുവാൻ തുടങ്ങി. ട്രാക്റ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി. പുസ്തകങ്ങളൊക്കെ മറ്റുള്ളവർക്ക്, അങ്ങനെ ഒരുപാട് പേര് ഈ യേശുവിനെ അറിയുവാനും രക്ഷിക്കപ്പെടുവാനൊക്കെ സഭയിലേക്ക് കടന്നു വരാനൊക്കെയും ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. ഞാനല്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല, എന്നിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെന്നേ പറയാനുള്ളൂ. അങ്ങനെ 2007 പുള്ളി വെന്റിലേറ്ററിലായിട്ട് ഡോക്ടർ പറഞ്ഞു, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ, ഇനി 24 മണിക്കൂറിനകം അദ്ദേഹം തീർന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്ത് നിന്ന് എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഭർത്താവിൻ്റെ ബന്ധുക്കളൊക്കെ മരിച്ചു എന്ന് കരുതി ആ ബോഡി കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഒരു ദിവസം അതിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു കുറേയൊക്കെ. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ആ ICUവിനകത്ത് ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തെന്നേ എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം അത്രമാത്രം മരണം മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. അതിൻ്റെ മധ്യത്തിലെല്ലാം നീറി കഴിഞ്ഞു. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ, നീ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായി അല്ലെങ്കിൽ ഞാൻ അനാഥനായി വിടാൻ ദൈവം ഒരു നാൾ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. 2009 ആ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. 2009 വരെ ഡയാലിസിസ് ചെയ്തത് ബ്ലഡ് കയറ്റിയിട്ടായിരുന്നു ഡയാലിസിസ് ചെയ്തത്. ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷനാണ് കൊടുക്കേണ്ടത്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും ബ്ലഡ് കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടായതുകൊണ്ട് ബ്ലഡ് കയറ്റുന്നതാണെങ്കിൽ ഒരു മാസം അന്നത്തെ കാലത്ത് 12,000 രൂപ മാത്രമേ വേണ്ടൂ. പക്ഷേ 20,000 രൂപ ഇഞ്ചക്ഷൻ എടുത്ത് ഡയാലിസിസ് ചെയ്യുന്നതാണെങ്കിൽ വേണം. അതുകൊണ്ട് ഞങ്ങളത് ബ്ലഡ് കയറ്റി ഡയാലിസിസ് ചെയ്തോളാം, നമ്മൾ ലൈഫ് ലോങ് ഡയാലിസിസ് ആണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ ഡോക്ടറോട് പറയുവാനായിട്ട് ഇടയായി. പക്ഷേ 2009 പെങ്ങൾ മുന്നോട്ട് വന്നു. അങ്ങനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനൊക്കെ ഇടയായി. പക്ഷേ ആ വെന്റിലേറ്ററിലായി കിടക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു എക്സ്ട്രാ അസുഖവും കൂടെ വന്നു, അപസ്മാരകം. അങ്ങനെ ഈ അപസ്മാരകത്തിൻ്റെ ടാബ്ലറ്റ് എപ്നോയിൻ 100 mg എന്ന് പറയുന്ന ടാബ്ലറ്റ് 2 രാവിലെയും 2 രാത്രിയും കഴിക്കുന്നുണ്ടായിരുന്നു പുള്ളി. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ ശ്രീലത മേഡം ഞങ്ങളുടെ ഫയലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും കാലം ഡയാലിസിസ് ചെയ്തിട്ട് ഇങ്ങനെ ചത്തതിനൊക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നിട്ടൊരു പേഷ്യൻറ്റിനെ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തുവാ, അന്നേരത്തെ ഈ പെങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാനിടയായി. പക്ഷേ ഞങ്ങൾ ജീവിത സാഹചര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്ന് നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, പക്ഷേ വിജയിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. കാരണം ഇത്രയും നാൾ ബ്ലഡ് കയറ്റിയ ഒരു വ്യക്തിക്ക് ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ഫെയിലായി പോകാൻ 100% ഉറപ്പാണെന്ന് ഡോക്ടർ പറയുവാനിടയായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് എന്നെ ആദ്യം തന്നെ സ്പർശിച്ച വചനം അപ്പസ്തോല പ്രവൃത്തി 16 അധ്യായത്തിൻ്റെ 31 വാക്യമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വിശ്വാസത്തോടെ ഞാൻ ജീവിച്ചതുകൊണ്ട് എൻ്റെ യേശു എനിക്ക് ആ വിഷമകരമായ പ്രയാസകരമായ ഘട്ടങ്ങളിൽ നിന്നെല്ലാം എൻ്റെ ദൈവം എനിക്ക് വിജയം തന്നു എന്നല്ലാതെ എനിക്കൊരു പുകഴുവാൻ എനിക്കൊന്നുമില്ല പ്രിയപ്പെട്ടവർ. അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ നീറി കഴിഞ്ഞിരുന്ന അനുഭവങ്ങൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിത അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. എന്നാൽ അതൊക്കെയും വളരെ ചുരുക്കമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എല്ലാം ഒന്നും പറയുവാൻ ഈ അരമണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കുവാൻ എനിക്ക് കഴിയത്തില്ല. അങ്ങനെ 2009 അങ്ങനെ വിജയകരമായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞെങ്കിലും കൂടെ ഈ എപ്റ്റോയിൻ 100 mg എന്ന ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഡോക്ടർ ബിജോയ് ആൻ്റണി പരിയാരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ് ഇത് അവരോട് പറയരുത്, എന്ന ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നുമുണ്ട് അപസ്മാരകത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അപസ്മാരകം വീണ്ടും വരാനിടയായി. ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് ഞാൻ ചിന്തിച്ചത് എന്നൊരു സമയം. കാരണം ശ്രീലത ഡോക്ടർക്ക് അറിയത്തില്ല ഇദ്ദേഹത്തിന് അപസ്മാരം ഉണ്ടെന്ന്. കാരണം അപസ്മാരമുള്ളൊരു വ്യക്തിക്ക് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും അനസ്തേഷ്യ, ഒരുപാട് നേരത്തേക്കുള്ള അനസ്തേഷ്യ കൊടുത്തിട്ടാണ് പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആ ഓപ്പറേഷൻ ചെയ്യുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അപസ്മാരം വന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ചെയ്ത് ഞാൻ തന്നെ സ്വയം ഡോക്ടറായി. കാരണം ഈ ടാബ്ലറ്റ് മേടിച്ച് ഞാൻ രാവിലെ 2 വൈകിട്ട് 2 കൊടുക്കാൻ തുടങ്ങി. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം തന്നു, മകളെ നീ ചെയ്യുന്നത് തെറ്റാ, കിഡ്നി റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നതുകൊണ്ട് ഞാൻ ഒരു ദിവസം അദ്ദേഹം ഉറങ്ങിക്കിടക്കുകയായിരുന്നു, മുട്ടുമേൽ നിന്നു, കർത്താവേ എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം അത്ഭുതകരമായി നടത്തിയെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടല്ല എൻ്റെ ഹസ്ബൻഡ് ജീവിക്കേണ്ടത്, എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അപസ്മാരകത്തിൽ നിന്ന് കർത്താവിന് പൂർണ്ണമായിട്ട് സൗഖ്യം തരാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി മറ്റൊരു കയ്യിൽ എൻ്റെ
ആ ടാബ്ലറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ രോഗത്തിൽ നിന്ന് പരിപൂർണമായി ദൈവം സൗഖ്യം തരണം. കർത്താവെ, അങ്ങ് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണല്ലോ എന്നൊക്കെ എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞ് 20 മിനിറ്റോളം ഞാൻ മുട്ടിന്മേൽ നിന്ന് ആ കോഴിക്കോട് ഞങ്ങൾ താമസിക്കുന്ന ആ ഭവനത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ദൈവം എന്നോട് ആ ടാബ്ലറ്റ് കാട്ടിലേക്ക് വലിച്ചെറിയാൻ എനിക്കൊരു പ്രേരണയുണ്ടായി. അങ്ങനെ ഞാൻ വിശ്വാസത്താൽ ആ ടാബ്ലറ്റ് കാട്ടിലേക്ക് ഞാൻ വലിച്ചെറിയുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, 2009 ജൂലൈ മാസത്തിൽ പോയ ആ അപസ്മാരക അസുഖം ഇന്നും എൻ്റെ ഹസ്ബൻഡിന് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം അത്ഭുതകരമായി വിടുതൽ തരുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠമാണ്. അങ്ങനെ പുള്ളി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ 2 മക്കളെയും പത്യോപദേശത്തിലും വചനത്തിലും വളർത്തി. ഞങ്ങളുടെ പാസ്റ്ററാണ് ഞങ്ങൾക്ക് എപ്പോഴും, ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം, എവിടെ ചെന്നാലും ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവദാസന. കാരണം അദ്ദേഹം പറയും മുൻകൂട്ടി ഓരോ കാര്യങ്ങളും. ബിന്ദുസ്റ്റർ എന്തിനാ വിഷമിക്കുന്നത്, ഭരതം ബ്രദർ ജീവിക്കുന്നത് ദൈവകൃപയിലാണ്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2021 പുള്ളിക്ക് കൊറോണ വന്നിട്ട് ഇല്ല, തീർന്നു പോയി എന്നൊക്കെ ഡോക്ടർമാർ, ഈ ന്യൂമോണിയം കൂടെ എക്സ്ട്രാ ഇതായിട്ട് വന്നു. അപ്പോൾ ഒരു പേഷ്യൻറ്റിന്, കിഡ്നി മാറ്റിവെച്ച ഒരു പേഷ്യൻറ്റിന് കൊറോണയും കൂടെ വന്നെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം പുള്ളിയുടെ കാര്യം തീർന്നൊന്ന് അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സുമാരെല്ലാം ഒരിക്കൽ ചിന്തിച്ച കാര്യമാണ്. പക്ഷേ ആ കൊറോണ വാർഡിലേക്ക് ഞങ്ങളുടെ ജോൺസൺ പാസ്റ്ററും പാസ്റ്റർ അനിൽ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററും കൂടെ ധൈര്യത്തോടെ കടന്നു വന്നു. അന്നേരമൊക്കെ കൊറോണ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഭയാനകമാണ്. പക്ഷെ ആ വാർഡിലേക്ക് കടന്നു വന്ന് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ട് പോയെങ്കിലും കൂടെ ഞാൻ വിശ്വസിക്കുന്നു, യേശു എനിക്ക് അത്ഭുതം ചെയ്യും, യേശു എനിക്ക്. അപ്പോൾ അന്ന് തന്നെ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ സഹോദരി, പിന്നെ ഇങ്ങനെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻ്റ് അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല. ഈ കൊറോണ വന്നവർക്ക് അത് പിന്നെ പ്രതിരോധ ശക്തി നൽകാൻ തക്കവണ്ണമുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. 1,20,000 രൂപ കൊടുക്കണം നിങ്ങളത് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ. ഇവിടെ ഇപ്പോൾ ആ ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. സാധാരണ ആ ഇഞ്ചക്ഷൻ ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല, പക്ഷേ ഇന്ന് ഉണ്ട്. പക്ഷേ അത് ICUയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് നിങ്ങളുടെ സൈൻ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഒന്ന് തളർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്, അത്രയും ഇതുള്ള ഇഞ്ചക്ഷനാണ്. അപ്പം നിങ്ങളുടെ സൈൻ വേണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാളോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ എൻ്റെ ദൈവദാസനെ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞു, ബിന്ദുസ്റ്ററെ, പിന്നെ അത് അത് എമർജൻസിയാണ്, അത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ICUയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഞാൻ വിശ്വാസത്തോടെ ആ രാത്രി മുഴുവൻ ആ വാർഡിൽ, ആ പരിയാരം മെഡിക്കൽ കോളേജിലെ റൂമിലിരുന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ഇത്രയും കാല അത്ഭുതങ്ങൾ കാണുമാറാക്കിയ ദൈവം, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞങ്ങനെ അത്ഭുതകരമായിട്ടാണ് പ്രിയപ്പെട്ടവർ ആ കൊറോണയിൽ നിന്നും ആ ന്യൂമോണിയ വന്നിട്ട് മരിച്ചെന്ന് കരുതിയ വ്യക്തി പിന്നെയും ജീവിപ്പാനായിട്ടിടയായത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയ ഒരുത്തൻ പോലും ലജ്ജിച്ചു പോകാൻ ദൈവം ഇതുവരെയും സമ്മതിച്ചിട്ടില്ല, ഇനിയും സമ്മതിക്കത്തുമില്ല. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു വരുന്ന സമയത്താണ് എനിക്ക് 2 മക്കളാണ്. മോന് ജിതിൻ, അവനിപ്പോൾ 26 വയസ്സായി. മോള് അഞ്ജന, അവളിപ്പോൾ MBA കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് 2 മാസമായി അവൾ ബാംഗ്ലൂരാണ്. അപ്പം മോൻ അന്നേരം 17 വയസ്സുള്ള സമയത്ത് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, കുഞ്ഞുങ്ങൾ നമ്മൾ ചർച്ചിൽ കൊണ്ടുപോകുന്നു, സൺഡേ സ്കൂൾ പഠിക്കുന്നു, അവരൊക്കെ ദൈവത്തിൻ്റെ പത്യോപദേശത്തിൽ വളർത്തുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചൊരു ഫാമിലിയാണ് ഞാൻ. അപ്പനും അമ്മയും ഞങ്ങൾ എല്ലാവരും അതുപോലെ മക്കളെ വളർത്തിയതാണ്. പക്ഷേങ്കിൽ 17ാമത്തെ വയസ്സിൽ അവൻ അങ്ങനെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ ലോകപ്രകാരം അവൻ അങ്ങ് ആയിപ്പോയി. അവന് പിന്നെ പിന്നെ മദ്യത്തിനും മയക്കമരുന്നിനും ഇതൊക്കെ ഞാൻ അറിയുന്നത് പിന്നീടാണ്. കാരണം എൻ്റെ മുന്നിൽ അവൻ മാന്യനാണ്. സൺഡേ ഞാൻ ചർച്ചിൽ വരും, പിന്നെ സൺഡേ കഴിഞ്ഞാൽ പിന്നെ ആളെ കാണത്തില്ല. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവനെന്തോ പ്രോബ്ലംസ് അവൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവന് എന്തുവാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ലായിരുന്നു. അങ്ങനെ എന്നോട് എൻ്റെ ബന്ധുക്കളും എൻ്റെ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അവനിങ്ങനെ അനാവശ്യ കൂട്ടുകെട്ടൊക്കെ ഉണ്ട്, അവനിങ്ങനെ ഒരുപാട് കച്ചറ ടീമിൻ്റെ കൂടെയാണ് അവൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടെ ഹന്ന ദൈവസന്നിധിയിൽ ഒരു മകന് വേണ്ടി കരഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ മകന് വേണ്ടി ഞാൻ കരയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ
20 ആ കൊറോണ വരുന്നതിൻ്റെ തൊട്ട് മുന്നിൽ അങ്കമാലിയിൽ വെച്ച ഒരു യൂത്ത് ക്യാമ്പിന് ഞങ്ങളുടെ പാസ്റ്റർ, ഞാൻ പാസ്റ്ററോട് എപ്പോഴും പറയും, പാസ്റ്ററെ ജിത്തു എന്ന് അവനെ വീട്ടിൽ വിളിക്കുന്നത്, ജിത്തു ഇങ്ങനെ വഴിതെറ്റി പോകുന്നു, പാസ്റ്റർ ഒന്ന് ഉപദേശിക്കരുത്. പാസ്റ്റർ അന്നേരം പറയും, ബിന്ദുസ്റ്റർ എന്തിനാ ഭാരപ്പെടുന്നു, അവൻ ദൈവത്തിനുള്ളതാ. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ബലഹീനതയും ക്ഷീണവും ഒക്കെ കടന്നു വരും. എങ്കിലും ഞാൻ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. കർത്താവേ, അവൻ്റെ അപ്പനെ രക്ഷിച്ച ദൈവമല്ലേ, ദൈവം ഇനി അവനെ കാക്കാൻ ശക്തനല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുമായിരുന്നു, കരയുമായിരുന്നു, ദൈവസന്നിധിയിൽ ഒത്തിരി കരയുമായിരുന്നു. അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവൻ ബാംഗ്ലൂർ അവൻ NTTF പഠിക്കാൻ വിട്ടെങ്കിലും അവിടെ ചെന്നിട്ടാണ് അവൻ കൂടുതൽ വഷളായി പോയെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ 2020 നടന്ന അങ്കമാലിയിൽ വെച്ച് യൂത്ത് ക്യാമ്പിൽ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, മോനെ നീ അതിനെന്തായാലും പങ്കെടുക്കണം, നീ പങ്കെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അവനെ അയച്ചു. ആദ്യത്തെ ദിവസം ഞാൻ വിളിക്കുന്നു, മോനെ എന്തായി, മോനെ ക്യാമ്പ് എന്തായി? അവൻ പറഞ്ഞ്, അമ്മ എന്തെങ്കിലും ഒരു മാറ്റം എനിക്കുണ്ടെങ്കിൽ ഞാൻ പറയാം. രണ്ടാമത്തെ ദിവസം ഞാൻ വിളിച്ചു, അവൻ വഴക്ക് പറഞ്ഞു എന്നെ. മൂന്നാമത്തെ ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു, ഞായറാഴ്ചയായിരുന്നു അന്ന്, മോനെ എന്തായി മോനെ ക്യാമ്പ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മയോട് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റിനും അമ്മ എന്നോട് ക്ഷമിക്കണം. ധൂർത്തപുത്രൻ എങ്ങനെ അപ്പൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നോ അതുപോലെ അവൻ എൻ്റെ മകൻ അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു പൂർണ്ണ മാനസാന്തരത്തോടെ അവൻ കടന്നു വരാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതുവരെ അവൻ ആ സന്ധ്യ പ്രാർത്ഥനയ്ക്കൊക്കെ കണ്ണടക്കടാ മോനെ, നീ കണ്ണടക്കെന്ന് ഞാൻ പറയണമായിരുന്നു. അങ്ങനെ ഉള്ള മോൻ പിന്നെ കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നടക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാനിടയായി തീർന്നു. അവൻ റൂമിലേക്ക് പോയി ബൈബിള് വായിക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോൾക്ക് അതൊരു അതിശയമായി തീർന്നു. മോള് പറഞ്ഞു, അമ്മേ ഇവന് ഭക്തി മൂത്തിട്ട് ഭ്രാന്തായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം ഒരു മാറ്റം അവൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം അവൻ അവിടെ വെച്ച് തന്നെ പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിട്ടാണ് അവൻ വന്നത്. പക്ഷെ അത് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം അവനെ കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ പഠിപ്പിച്ച് അവനെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കിയിട്ടായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അവനെ പഠിപ്പിച്ച ഒരാളാക്കണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേങ്കിൽ അവൻ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ അവൻ ഈ ലോകപ്രകാരം ആയി തീർന്നത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവൻ തിരിച്ചു വന്ന് അവൻ പൂർണ്ണ സുവിശേഷ വേലക്കായിട്ട് ആസാമിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഒത്തിരി എതിർത്തു, മോനെ നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. പക്ഷേ അന്ന് ഞാൻ എങ്ങനെ ചിന്തിച്ചോ അന്ന് വൈകുന്നേര സമയത്ത് കർത്താവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു. അബ്രഹാമിനോട് ദൈവം ചോദിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ്, താൻ സ്നേഹിക്കുന്ന ഏകജാതനായ പുത്രനെ മോറിയായ മലയിൽ കൊണ്ടുചെന്ന് യാഗം കഴിപ്പിക്കാനാണ് അബ്രഹാമിനോട് ദൈവം ചോദിച്ചത്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പാപികളുടെ എല്ലാം രക്ഷയ്ക്കായിട്ടാണ് കർത്താവായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ നിന്റെ ഒരു മകനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തരുന്നതാണോ നിനക്ക് പ്രയാസം എന്ന് എൻ്റെ കർത്താവ് എന്നോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനത് വിശ്വസിക്കാൻ കാരണം ഞാൻ പിന്നെയും ചിന്തിച്ചത് എൻ്റെ ചിന്തയായിരിക്കുമെന്ന് ചിന്തിപ്പാനിടയായി. പിറ്റേ ദിവസം ഞായറാഴ്ച ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പോയപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ ജിത്തുവിന് ഒരു 5 മിനിറ്റ് സമയം കൊടുത്തു. എന്നോട് ദൈവം എങ്ങനെ തലേ ദിവസം ഇടപെട്ടോ അതുപോലെ എൻ്റെ മകനും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. കർത്താവേ, ഇത് ദൈവത്തിൻ്റെ കരമാ, ഇത് ദൈവം അവനെ പിടിച്ചതാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ ഉറച്ച് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അവൻ എല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് അവൻ സമ്പൂർണ്ണ സുവിശേഷ വേലക്കായിട്ട് ആസാം എന്ന പ്രദേശത്ത് കടന്നുപോയി. ബൊങ്കേഗാവ് എന്ന പ്രദേശത്ത് ഷാരോൺ ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവൻ സുവിശേഷ വേലയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എൻ്റെ മോളും പഠിക്കുന്ന സമയത്ത് അവനെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിപ്പിച്ചെങ്കിലും കൂടെ അവളെ സാധാ ഒരു സ്കൂളിൽ, മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. +2 കഴിയുമ്പോഴത്തേക്ക് അവൾക്കൊരാഗ്രഹം, അമ്മ എനിക്ക് പുറത്ത് ഒരു സ്റ്റേറ്റിൽ പോയിട്ട്, കേരള സ്റ്റേറ്റിന് വെളിയിൽ പോയിട്ട് പഠിക്കണം, ഡിഗ്രി പഠിക്കണം എന്ന് അവൾക്ക് വലിയൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞു, മോളെ നീ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്ക്, നിൻ്റെ ആഗ്രഹം ദൈവം തമ്പുരാൻ സാധിപ്പിച്ചു തരട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവർ, അതൊക്കെ ദൈവികമായൊരു നടത്തിപ്പായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ പറയുവാനായിട്ട് ഇടയായി തീരുന്നത്. കാരണം ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, മോളെ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമെങ്കിൽ നിനക്ക് ഒരു സീറ്റ് ദൈവം എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടാവുന്നു. അപ്പോഴത്തേക്കും മംഗലാപുരത്ത് എല്ലാ അഡ്മിഷനൊക്കെ കഴിഞ്ഞു. പക്ഷേ സെൻറ്റ് ആഗ്നസിൽ പ്രിയപ്പെട്ടവരെ ഒരു സീറ്റ് BCom അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കി. അങ്ങനെ അവളെ വിശ്വാസത്താൽ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഇവളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, ഇത്രയും
സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി പൈസയൊക്കെ വേണം, അതിന് സാമ്പത്തികമായ ചിലവുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ ഇവളെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ച് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നതായ സമയത്ത് എൻ്റെ വലത്തെ കാതിലൊരു ശബ്ദം ഞാൻ കേൾപ്പാനായിട്ടിടയായി തീർന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. ആ വചനം ഞാൻ ഏറ്റെടുത്തു. കാരണം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം ഇനി എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കായിട്ടും കരുതുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ എൻ്റെ മകളെ ഞാൻ അവിടെ ആ സെൻറ്റ് ആഗ്നസ് കോളേജിൽ കൊണ്ട് ചേർത്തെങ്കിൽ പോലും അവൾക്ക് ആദ്യമൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇവള് മാത്രമേ ഉള്ളൂ മലയാളം മീഡിയം സ്കൂളിൽ ചെന്നിട്ട് പിന്നെ ഡിഗ്രിക്ക് അവിടെ ചേർന്നത്. ബാക്കി എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെറുപ്പത്തിലേ പഠിച്ച് വളർന്നതാണ്. പക്ഷേ അവൾക്ക് ഒന്നും ഇംഗ്ലീഷ് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല, പറയുന്നത് അവൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് ദൈവം കൃപ തരും, നീ പ്രാർത്ഥിക്കുക. 2 വചനമാണ് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തത്. ഒന്ന് സങ്കീർത്തനം 111:11, യാക്കോബ് 1:5. ആ വചനം തന്നെ അവൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ അങ്ങനെ BCom-ന് നല്ല മാർക്കോടെ ജയിച്ചു. അതുപോലെ MBA-ക്കും ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചിട്ടാണ് അവളിപ്പോൾ ബാംഗ്ലൂർ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അവിടുത്തെ അവങ്കലേക്ക് 34 സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ അനുഭവ സാക്ഷ്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒത്തിരി പറയുവാനുണ്ട്. ജീവിതത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത എത്രയോ അത്ഭുത സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഞാനൊരു പാട്ടിൻ്റെ ഈരടികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ.